ആ പട്ടിക്ക് പെരാന്നുണ്ടെങ്കിലാ അത് കടിക്കും. നിന്നെ ആദ്യം തല്ലിക്കൊല്ലേണ്ടത്. അതിപ്പോ പണ്ടാരണ്ട് പറഞ്ഞ പോലെ സ്വന്തം മോൻ ചെയ്തൊന്നുമില്ല. പാമ്പിനെ പിടിച്ച കാര്യം നീ അമ്മയടുത്ത് പറഞ്ഞോണ്ടല്ലോ. പാമ്പിനെ പിടിച്ചാൽ മാത്രടാ തവളേനെയും മരപ്പട്ടിനൊക്കെ പിടിക്കുന്നത് ഞാൻ പറയും. നീ ഒന്നല്ലല്ലോ ചോറ് വരുന്നത്. ആപ്പീസ് പണി കിട്ടുമാമ്പ കോളനിക്കാറ് അറ്റല്ല മേളത്. ആ ആളാകുമ്പോ നായിനെയും പോത്തിനെയും എടുത്ത് നടത്താം. ബാടാ നിനക്ക് അമ്മക്കിട ഒരു സ്നേഹമില്ല. ഇവന് തേങ്ങിന് കിട്ടാൻ പോണത് നല്ല രസം. വെറുതെ നിനക്ക് ഇത്ര ശക്തി. കരിങ്കുരങ്ങിന്റെ ശക്തി എനിക്ക്. നിനക്ക് എന്നെ മുഖവും പോടപ്പട്ടി. സാറേ മരുന്നും വേണ്ടി വന്നു. ആ പൊക്കിക്കോടെ. ആ പോട്ടെ. മുതലി എന്താണ് ഈ നേരത്ത്? എന്താ സാറേ? സുഖല്ലടാ. നമുക്ക് ഇവനെ ഇവിടെ തന്നെ അങ്ങോട്ട് തളച്ചാലോ? വിശ്വസ്തന ഇവിടെ തന്നെ അങ്ങ് നിർത്താം. പിന്നെ കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? അതെ, ക്യാമ്പ് കഴിഞ്ഞ് വണ്ടികളൊക്കെ പോകുമ്പോ നമ്മുടെ സാധനം കൂടി അങ്ങ് കടത്തിക്കോണം. ആ അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? താൻ കേറ്, നമുക്ക് ക്യാമ്പിലൊന്ന് മുഖം കാണിക്കാം. വാടേ. ചുമയൊക്കെ നല്ലോണുണ്ടോ? കണ്ണൂർന്നേ മരുന്ന് കഴിക്കാറില്ലേ? ആളുകളൊന്നും കാണാനില്ലല്ലോ. ഇവിടെ എന്തൊക്കെ മെഡിസിൻസാ വന്നിരിക്കുന്നത്? ഇതൊക്കെ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ. മരുന്നല്ല, ഇനി സ്വർണം കൊടുക്കാന്ന് പറയും. ഇവറ്റുകൾ വരില്ല. അവർക്ക് കാട്ടിലുള്ള പച്ചമരുന്നുകളെല്ലാം പിഴിഞ്ഞു കൂട്ടിയ ഒറ്റമൂലി. അതിലാ വിശ്വാസം. എന്തു പറയാനാ? എന്താ സാറേ, ഗാന്ധിജിയെ പോലുള്ള നേതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നത്? ആര് പറഞ്ഞു ലക്ഷ്മി ചെയ്തിട്ടില്ലെന്ന്? സ്വാതന്ത്ര്യം കിട്ടുമ്പോ നമ്മുടെ നേതാക്കളുടെ പ്രശ്നം ഇവിടെ ചിതറിക്കിടക്കുന്ന നാട്ടുരാജ്യങ്ങളും അതിൽ പല വർഗക്കാരും അവരിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെ ഒരുമിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നു. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയും അംബേദ്കറിനെയും പോലുള്ള മഹത് വ്യക്തികളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. പിന്നെ CK ജാനു, അഡ്വക്കേറ്റ് പൗരൻ, ഗീതാനന്ദനെയും പോലുള്ളവർ ഇപ്പോഴും കുടിൽകെട്ടലും നിൽപ്പ് സമരവും ഒക്കെയായി രാവും പോലും കഷ്ടപ്പെടുന്നുണ്ട്. നീ വണ്ടി തിരിച്ചിട്ടോ. വാടോ. ആ, ഇവളാണ് ഇവിടുത്തെ കളക്ടർ അല്ലേ? മുതലാളി മനസ്സ് വെച്ചാ ലക്ഷ്മിനെ ശരിക്കും ഒരു കളക്ടർ ആകാം. അതെ, ഇന്ത്യയിൽ 486 സമൂഹങ്ങളാണ് ഇവരുള്ളത്. അതായത് മൊത്തം 20 കോടി. ഇവരൊന്ന് ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചാലുണ്ടല്ലോ. ഇപ്പൊ തന്നെ പോയി എടുത്താ നല്ല കണ്ണൻ തേനീച്ചയുടെ തേൻ കിട്ടും. പുതിയ സാറിന് കൊണ്ട് കൊടുത്താൽ വലിയ ഇഷ്ടം. അതെ, ഇന്നാളാ ചെമ്പനും കൂട്ടരിയിലെ പോണുണ്ട്. ചിലപ്പോ കൂടെ അടക്കം അവരെടുത്തിട്ടുണ്ടോ ഉണ്ടാവും. നിന്നോട് എത്ര നാളെ ഇത് എടുക്കാൻ പറഞ്ഞത്? മാതങ്കമ്മ അറിയണ്ടാ. ചീനി മരത്തിന്റെ മുകളിൽ സാധനം നിൽക്കണ്ടാ. അവിടെ കൂടെ വെക്കാൻ കേറി.
തേനീച്ച കുത്തിനെ പട്ടിയും കുട്ടിക്ക് കേട്ടാ ഒരു വാണം വരുന്നില്ല. ആ നിന്റെ അമ്മയ്ക്ക് സുഖില്ല. അമ്മ മാറ്. അമ്മ എന്താ അമ്മ? മുന്ന മാനെ അമ്മക്ക് ഭയങ്കര വേദനമോ ഒന്നും പറ്റതില്ലമോ. അമ്മേനെ ക്യാമ്പിലേക്ക് കൊണ്ടുപോവാ. ബാഗ് എടുക്ക് എടുത്തോ, പിടിച്ചോ, വാ, പിടിച്ചോ. നമുക്ക് പോവാം. സാറേ, സാറേ, സാറുണ്ടോ നോക്കി. അമ്മ, നോക്ക് നോക്ക്. അമ്മ, സാറേ എല്ലാവരും കൂടെ കൂടിയിരിക്കല്ലേ? അങ്ങോട്ട് മാറിയുന്നേ. അങ്ങോട്ട് ഇറങ്ങി. സാറേ, അമ്മ. എന്ത് പറ്റി മാതങ്കി? ഭയ്യ സാറേ, എനക്ക് ഭയ്യ സാറേ. അമ്മ, You want to start that? I'm sure it's cancer. എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് പേഷ്യൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഇവിടുള്ളവർ മരിക്കുന്നു, കുഴിച്ചിടുന്നു. ഇത് എന്ത് കാരണം കൊണ്ടാണെന്ന് ആരന്വേഷിക്കുന്നു? ഒരു മെഡിക്കൽ ചെക്കപ്പ് എങ്കിലും ഇവിടെ ആരെങ്കിലും നടത്താറുണ്ടോ? കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്തുള്ള ഹോസ്പിറ്റൽ ചെക്കപ്പ് ചെയ്യാന്നുള്ളത്. മാനെ മാനെ നങ്ക കോമ അമ്മക്ക് ഒരു കുറച്ച് കഴിഞ്ഞല്ലേ അമ്മല്ലേ മല. എന്തല്ലേ നീ നെല്ലി മല് അമ്മ, മാതയ്യ ടോം. നാനില്ലി മലയിലെ മനല കാര്യം ആറ് നോടു. അമ്മ, ಒಂದು ಸಲ ಅಣಗಿ ಕೊಲ್ದೂಡೆ ಅಮ್ಮಗೆ ಸೂಕೆಡ തുടങ്ങിയിട്ട് കുറെ ജീനായിരുന്നു. നാങ്ക അച്ഛമതൊന്നും പറ്റാകതാ തോന്നുന്നത്. ഡോക്ടർ ഏലിയച്ചയില് അങ്ങാടി ആശുപത്രിയിലോയിലോ. അതുകല്ല കൊറേ പൈസ ആകൂ ബാടമാനെ. മാതങ്കി മഞ്ഞുള്ളത് അകത്തെങ്ങാൻ പോയി കിടക്കും. ചെല്ലേ, സുഖയില്ലാത്ത ആളല്ലേ? എൻ്റെ അമ്മ, എനിക്കെൻ്റെ അമ്മ അല്ലാതെ ആരും ഇല്ല സർ. വിഷമിക്കണ്ട, ഞങ്ങൾ ചില വഴികളൊക്കെ കണ്ടിട്ടുണ്ട്. MLA നാളെ ഒന്ന് കാണണം. അതിനെ നാളെ തന്നെ അമ്മയും കൂട്ടി ആശുപത്രി പോകണം.